നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ആരോഗ്യം, സമ്പത്ത്, ആത്മീയത ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോയി സംതൃപ്തമായ ഒരു ജീവിതം എങ്ങനെ നേടാം? ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയുടെ കാഴ്ചപ്പാടുകളിലൂടെ നമുക്കിതിന്റെ വഴികളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മുടെ ഈയൊരു യാത്രയിൽ വഴികാട്ടിയാകുന്നത് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയുടെ അഗാധമായ ജ്ഞാനമാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യം, സമ്പത്ത്, ആത്മീയത എന്ന പുസ്തകത്തിലെ പ്രധാന ആശയങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോ ഇന്ന് നമ്മള് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത്? ആദ്യം തന്നെ ഇന്നത്തെ കാലത്തെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കും. പിന്നെ അതിനൊരു പരിഹാരമായി ആത്മീയതയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. അത് കഴിഞ്ഞ് ശരിയായ വഴിയിലൂടെ എങ്ങനെ സമ്പത്ത് നേടാമെന്നും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം യഥാർത്ഥത്തിൽ ആർക്കാണ് ലഭിക്കുന്നതെന്നും ചർച്ച ചെയ്യും. അവസാനം ഇതെല്ലാം കൂടി ചേർത്ത് എങ്ങനെ ഒരു മികച്ച ജീവിതം നയിക്കാമെന്നും നമ്മൾ മനസ്സിലാക്കും. ശരി, നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഇന്ന് നമുക്ക് ചുറ്റും ഇത്രയധികം ശാരീരികവും മാനസികവുമായ ആരോഗ്യപ്രശ്നങ്ങൾ? ഇന്നത്തെ കാലത്തെ ആ വലിയ സമ്മർദ്ദങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇത് നമ്മളിൽ മിക്കവർക്കും അനുഭവമുള്ളൊരു കാര്യമായിരിക്കും, അല്ലേ? ജോലിയുടെ ടെൻഷൻ, വീട്ടിലെ കാര്യങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതിനെല്ലാം പുറമെ എപ്പോഴാണ് എന്തസുഖം വരിക എന്നൊരു പേടിയും. ഈ ഒരു ഉത്കണ്ഠ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗം പോലെയായിരിക്കുന്നു. ഇതിന്റെ കാരണങ്ങൾ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം എല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മലിനമാണ്. പോരാത്തതിന് തീരാത്ത ജോലിയും സാമ്പത്തിക അരക്ഷിതാവസ്ഥയും ഇവയെല്ലാം ചേർന്ന് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ തളർത്തുകയാണ്. ഇവിടെയാണ് ശരിക്കും ഒരു വഴിത്തിരിവ് വരുന്നത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഒരു വിദഗ്ധൻ പറയുന്നത് കേൾക്കൂ. നല്ല ശരീരവും നല്ല മനസ്സും മാത്രം പോരാ, നമുക്ക് ആത്മീയമായ ഒരു സൗഖ്യം കൂടി വേണം. ഈ ഒരു നാലാമത്തെ തലമാണ് മറ്റെല്ലാത്തിനും അടിസ്ഥാനം നൽകുന്നത്. അപ്പോ ഈ പറയുന്ന ആത്മീയത എങ്ങനെയാണൊരു പരിഹാരമാകുന്നത്? സാധാരണ ചികിത്സാരീതികൾക്ക് പരിമിതികളുണ്ട്. എന്നാൽ ആത്മീയത രോഗങ്ങളുടെ മൂലകാരണത്തെയാണ് ലക്ഷ്യം വെക്കുന്നത്. അതെങ്ങനെയെന്ന് നോക്കാം. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരെ ബാധിക്കുന്ന രോഗങ്ങളാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ്. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ടെൻഷൻ ശരീരത്തിൽ രോഗങ്ങളായി പുറത്തുവരുന്നു. ഹൈപ്പോടെൻഷൻ, അൾസർ, എന്തിന് ചില ക്യാൻസറുകൾക്ക് പോലും പ്രധാന കാരണം ഈ മാനസിക സമ്മർദ്ദമാണെന്ന് ഇന്ന് മെഡിക്കൽ സയൻസ് പോലും അംഗീകരിക്കുന്നുണ്ട്. സാധാരണ മെഡിസിൻ എന്താണ് ചെയ്യുന്നത്? അത് രോഗത്തിന്റെ ലക്ഷണങ്ങളെയാണ് ചികിത്സിക്കുന്നത്. തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെയാണ് അവർ കൂടുതലും പഠിക്കുന്നത്. എന്നാൽ ആത്മീയ സമീപനം കുറച്ചുകൂടി ആഴത്തിലേക്ക് പോവുകയാണ്. അത് നമ്മുടെ മനസ്സിനെയാണ് ലക്ഷ്യമിടുന്നത്. നമ്മുടെ വികാരങ്ങളുടെയും ചിന്തകളുടെയും ഉറവിടം കണ്ടെത്തി അതിനെയാണ് ശരിയാക്കുന്നത്. അപ്പോൾ രോഗത്തിന്റെ കാരണം തന്നെ ഇല്ലാതാകുന്നു. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും എന്തോ വലിയ സങ്കീർണമായ കാര്യമാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. സ്വാധ്യായം അഥവാ നമ്മളെക്കുറിച്ച് തന്നെ പഠിക്കുന്നത്, യോഗ, ധ്യാനം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള പരിശീലനം, പ്രാർത്ഥന, പിന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കുക, ഇതുപോലുള്ള ലളിതമായ കാര്യങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിലെ ശക്തി കൂട്ടാനും ഏത് ടെൻഷനെയും നേരിടാനും പറ്റും. പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് പണവും ആത്മീയതയും ഒരുമിച്ച് പോകില്ല എന്നത്. എന്നാൽ നമ്മുടെ ഭാരതീയ സംസ്കാരം ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ രണ്ട് ലക്ഷ്യങ്ങളെയും നമുക്ക് എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം? നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കണം. മനുഷ്യജീവിതത്തിന് 4 ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതിൽ അർത്ഥം, അതായത് സമ്പത്ത്, ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ കടമകൾ ചെയ്യാനും നല്ലൊരു ജീവിതം നയിക്കാനും സമ്പത്ത് ആവശ്യമാണ്. അതൊരിക്കലും ഒരു മോശം കാര്യമല്ല. സമ്പത്തിനോട് നമുക്ക് 2 രീതിയിൽ സമീപിക്കാം. ഒന്ന്, വെറും ഭൗതികമായ കാഴ്ചപ്പാട്. അവിടെ പണമെന്നത് മറ്റുള്ളവരെ കാണിക്കാനും ആഡംബരത്തിനും വേണ്ടിയുള്ളതാണ്. അത് നേടാൻ ഏതു വഴിയും ശരിയാണെന്ന് അവർ കരുതും. എന്നാൽ ആത്മീയ കാഴ്ചപ്പാടിൽ അങ്ങനെയല്ല. അവിടെ സമ്പത്തെന്നത് നമ്മുടെ കടമകൾ ചെയ്യാനും സമൂഹത്തിന് നല്ലത് ചെയ്യാനുമുള്ള ഒരു ഉപകരണമാണ്. അതെങ്ങനെ സമ്പാദിക്കുന്നു, എന്തിനു ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. ഇനി നമുക്ക് വളരെ രസകരമായ ഒരു ഭാഗത്തേക്ക് കടക്കാം. യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഐശ്വര്യത്തെ ആകർഷിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? പുരാണ സങ്കല്പങ്ങളിലൂടെ നമുക്കിതൊന്നു നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ഐശ്വര്യത്തിന്റെ ദേവിയായ ലക്ഷ്മി എപ്പോഴും മഹാവിഷ്ണുവിന്റെ കൂടെയായിരിക്കുന്നതെന്ന്? അതിലൊരു വലിയ അർത്ഥമുണ്ട്. ഐശ്വര്യം, അതായത് ലക്ഷ്മി, നിലനിൽക്കണമെങ്കിൽ അതിന് ധർമ്മത്തിന്റെയും ചിട്ടയുടെയും, അതായത് വിഷ്ണുവിന്റെ ശക്തമായ ഒരു അടിത്തറ വേണം. അല്ലെങ്കിൽ
ആ ഐശ്വര്യം പെട്ടെന്ന് നഷ്ടപ്പെടും, അല്ലെങ്കിൽ അത് ദോഷം ചെയ്യും. അപ്പോ ഈ ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം കിട്ടാൻ എന്തൊക്കെ ഗുണങ്ങളാ വേണ്ടത്? നമുക്ക് നോക്കാം. എപ്പോഴും കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. വിവേകത്തോടെ പ്രവർത്തിക്കണം, സൗമ്യമായി സംസാരിക്കണം, ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. കിട്ടിയതിനെല്ലാം നന്ദിയുള്ള ഒരു മനസ്സുണ്ടാവണം. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കണം. സ്വഭാവശുദ്ധി വേണം. പിന്നെ ഏറ്റവും പ്രധാനമായി നല്ല ഉത്സാഹവും കഠിനാധ്വാനവും വേണം. ഈ ഗുണങ്ങൾ ഉള്ളിടത്തേക്ക് യഥാർത്ഥ ഐശ്വര്യം വരൂ. ഈ സംസ്കൃത ശ്ലോകം നോക്കൂ. ആ ആശയം എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. ഉദ്യോഗിനം പുരുഷസിംഹം ഉപൈത്തി ലക്ഷ്മി. അതായത്, സിംഹത്തെപ്പോലെ പരിശ്രമിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ലക്ഷ്മി സ്വയം വരും. മടിയുള്ളവരുടെ കൂടെ ഐശ്വര്യം ഒരിക്കലും നിലനിൽക്കില്ല. കഠിനാധ്വാനം അത് നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതെല്ലാം കൂടെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോവാന്ന് നോക്കാം. ഒരു സംയോജിത ജീവിതം നയിക്കാൻ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാ മതി. 1. നല്ല പുസ്തകങ്ങൾ വായിക്കുക, അതിലെ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. 2. മനസ്സിനെ ശാന്തമാക്കാൻ യോഗയും ധ്യാനവും ജീവിതത്തിന്റെ ഭാഗമാക്കുക. 3. നിങ്ങളുടെ കഴിവിനനുസരിച്ച് സത്യസന്ധമായി കഠിനമായി അധ്വാനിച്ച് സമ്പാദിക്കുക. 4. ദാനം ചെയ്യുക. പറയുന്നതുപോലെ 100 കൈകൾ കൊണ്ട് സമ്പാദിച്ച് 1000 കൈകൾ കൊണ്ട് കൊടുക്കുക. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. മടികൊണ്ടോ നെഗറ്റീവ് ചിന്തകൾ കൊണ്ടോ അല്ലെങ്കിൽ ദുശ്ശീലങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന ദാരിദ്ര്യം ഒരു ആത്മീയമായ കുറവാണ്. അതിനെ ലളിത ജീവിതമെന്നോ ത്യാഗമെന്നോ പറഞ്ഞ് ന്യായീകരിക്കരുത്. യഥാർത്ഥ ആത്മീയത നമ്മളോട് പറയുന്നത് നമ്മുടെ കഴിവുകൾ മുഴുവനായി ഉപയോഗിച്ച് മുന്നേറാനാണ്. ഈ പുരാതന തത്വങ്ങൾക്കും ഇന്നും പ്രസക്തിയുണ്ടെന്ന് കാണിക്കുന്നതാണ് ഡോക്ടർ ദീപക് ചോപ്രയുടെ ഈ വാക്കുകൾ. ഐശ്വര്യം ഉണ്ടാക്കാനുള്ള ശക്തി പുറത്തല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മുടെ അറിവിലും നമ്മുടെ ആത്മാവിലുമാണ് ആ ശക്തിയിരിക്കുന്നത്. അപ്പോ ഈ പറഞ്ഞതിന്റെയെല്ലാം ആകെ തുക എന്താണ്? വളരെ ലളിതമാണ്. സത്യസന്ധത, അച്ചടക്കം, അർപ്പണബോധം. ഈ 3 ഗുണങ്ങളോടെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശാരീരികവും മാനസികവും ഭൗതികവുമായ സൗഖ്യം ഉറപ്പാണ്. ഇതാണ് യഥാർത്ഥ വിജയത്തിന്റെ താക്കോൽ. അവസാനമായി നമുക്കൊന്നോർക്കാം. നമ്മുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് ബാങ്കിലെ പണമോ വസ്തുവകകളോ അല്ല. അത് ആരോഗ്യമുള്ളൊരു ശരീരമാണ്, ഒരു ലക്ഷ്യബോധമുള്ള ജീവിതമാണ്, പിന്നെ ഏത് സാഹചര്യത്തിലും പതരാത്ത ശാന്തമായൊരു മനസ്സാണ്. ഒരു മനുഷ്യന് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ ഐശ്വര്യം അതുതന്നെയാണ്. ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ ഈ വിവരണം ഇവിടെ നിർത്തുന്നു. നന്ദി.